കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. CPIM നേതാവ് PR അരവിന്ദാക്ഷൻ, CK ജിൽസ് എന്നിവർക്കാണ് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം കൊടുത്തിരിക്കുന്നത്. ജാമ്യം നിഷേധിക്കാൻ ഈ ഘട്ടത്തിൽ കാരണങ്ങളില്ലെന്ന് ഹൈക്കോടതി കണ്ടെത്തി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീകാന്ത്, ഗുഡ് മോർണിംഗ് എഗെയിൻ, പറയും. ഗുഡ് മോർണിംഗ് അഗൈൻ എസ്കെൻ 2023 സെപ്റ്റംബർ 27 അറസ്റ്റിലായതാണ് CPIM നേതാവ് PR അരവിന്ദാക്ഷൻ. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിനൊരു 3 ദിവസം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി, ഇടക്കാല ജാമ്യം കിട്ടി എന്നതൊഴിച്ചാൽ അദ്ദേഹം പുറം ലോകം കണ്ടിരുന്നില്ല. എന്നാൽ ഇന്നിപ്പോൾ ഹൈക്കോടതി EDയുടെ കേസിൽ PR അരവിന്ദാക്ഷന് ജാമ്യം നൽകിയിരിക്കുന്നു. കരുവന്നൂർ കേസിൽ EDയുടെ പിടി അയയുന്നു എന്നൊരു സംശയം ഈ ഘട്ടത്തിൽ വരികയാണ്. അതായത് CK ജിൽസ്, PR അരവിന്ദാക്ഷൻ എന്നീ 2-3 പ്രതികൾക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു. മുൻ അക്കൗണ്ടന്റാണ് CK ജിൽസ്. ഈ ബാങ്കിലെ ജാമ്യം നിഷേധിക്കാൻ ഈ ഘട്ടത്തിൽ കാരണങ്ങളില്ല എന്നാണ് കോടതി പറയുന്നത്. അതായത് സെക്ഷൻ 45 പ്രകാരം ഇവരുടെ ജാമ്യം നിഷേധിക്കാനുള്ള കാരണങ്ങളില്ല. മുൻകാലങ്ങളിൽ സമാനമായ കുറ്റകൃത്യങ്ങളിൽ ഇരുവരും ഉൾപ്പെട്ടു എന്ന് കണ്ടെത്താൻ EDക്ക് ആയിട്ടില്ല എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസിൽ ഹൈക്കോടതി. അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം നൽകാൻ സുപ്രീം കോടതി സ്വീകരിച്ച ഒരു നിലപാടുണ്ട്. ആ നിലപാടടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി ജാമ്യം നൽകിയത്. തുടർച്ചയായി ജയിലിൽ കഴിയുകയാണ് രണ്ടുപേരും. CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ കരുവന്നൂർ കേസിൽ ED നടത്തുന്നത് രാഷ്ട്രീയ വേട്ടയാടലെന്ന് അവർ പറഞ്ഞിരുന്നു. അവരുടെ വടക്കാഞ്ചേരിയിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. നഗരസഭയിലെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് വരാൻ പോകുന്നു. ഇന്ന് വൈകിട്ട് ഒരു പക്ഷേ ജയിൽ മോചിതനാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ഈ ഘട്ടത്തിൽ ഈ ജാമ്യം നിഷേധിക്കാൻ തക്ക കാരണങ്ങളില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. തന്നെയുമല്ല, ഈ കേസ് അന്വേഷണത്തിൽ ED മെല്ലെപ്പോക്ക് നടത്തുകയാണെന്നൊരു രാഷ്ട്രീയ ആരോപണമൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഒത്തുകളിയാണ്, ഒത്തുതീർപ്പാണെന്നൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിലാണ് പ്രതികൾക്ക് ജാമ്യം കിട്ടുകയും ചെയ്യുന്നത്.